പരിപാടി കാണിക്കുന്നത്? എന്ത് ഇവിടെ ക്ലാസ് നടക്കുന്നതാണല്ലോ. പിന്നെ എനിക്ക് വിളിക്കണ്ടേ? How are you all? Hi. I just thought I will have a dip. That's cool. Refreshment. Okay, let's take a break. ഇത് നിമ്മിക്ക് മധുരം കുറച്ചത്. ഗ്രേപ്പ് ജ്യൂസ് സുഹാസിനിക്ക്. Suhanisa. ഇവനല്ലേ കോഴി വാങ്ങണമെന്ന് പറഞ്ഞു പോയത്? Suhanisa. Okay? Suhanisa. സുഹാസുന. Suhanisa. മഹാസുന. പ്രൊനൗൺസിയേഷനിലൊക്കെ എന്തുണ്ട് കുട്ടി? സുഹാനിസ ആണെങ്കിലും പതിനിസ ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. Oh, thank you. അല്ലടാ എവിടം കൊണ്ട്? അല്ല ഈ അല്ല ഈ ചരിഞ്ഞിക്കുമ്പോഴേ പതപ്പിക്കടാ പതപ്പിക്ക. ഉണ്ട്. What rubbish, man. How can you compare apples with oranges? ഓ അങ്കരേശി ബാബു എത്തിയുണ്ടല്ലോ. പുള്ളിക്ക് എന്താ മലയാളം അറിയില്ലേ? അവനിതൊരു എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലല്ലോ, അതിന്റെ കോംപ്ലക്സാ. Hello? Pass ആവാത്തല്ല. I quit. Bloody education systems in India. I quit. ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ I would have ruined my career. എന്നിട്ട് പാസ്സാവാതെ സാർ ഇവിടെ എന്ത് മഹാകാര്യമാണോ ചെയ്തത്? ഡെന്നി നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ടാ പറയില്ല കേട്ടോ. അവന് ഇജോറാട്ടോ. മാഡത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പം ഇതുപോലെ വയറുന്തി വിഗ്ഗും വെച്ച് മുഖത്ത് പൊട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നുമല്ലല്ലോ. Just remember one thing. Everybody may be same before law, but everybody may not be same before biology. Okay? Don't you want Linda Goodman's star sign, Suhanisa? Of course. You have it? Oh, you say it, I have it. Come. Bye, I'll be back. സൂക്ഷിക്കണേ, അവൻ അക്രമകാരിയാ. Hey. Hey, actually we share the same star sign. Are you a Scorpio? ആവശ്യ സമയത്ത് ഒരു മടല് പോലും വീഴില്ല. എന്റെ പുതിയ മ്യൂസിക് വീഡിയോ കണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. I mean, I've seen it 1,000 times and let me tell you, you look gorgeous. Thanks. കുന്തോളം. Spanish fly. World's second best aphrodisiac. എന്തോന്ന്? സാമ്പിൾ കുപ്പിയല്ലേ? പുല്ല്. Aphrodisiac. എടാ കാമമുണർത്തുന്ന മരുന്ന്. അങ്ങനെ ഒരു മരുന്നുണ്ടാ ശരിക്കും? നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. റൈനോസ് ഹോൺ സംഘടിപ്പിക്കാൻ കുറെ നോക്കിയതാ. അതാ നമ്പർ 1. ഇതവന്റെ അനിയൻ. ഇതായാലും മതി. എന്തിനു? സുഹാനിസ. അവളെന്റെ സ്റ്റുഡന്റാ. ഒരു മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടല്ലോ. ഒന്നിപ്പോ PhD ഒന്നല്ല നീ അവളെ പഠിപ്പിക്കില്ലേ? എന്റെ സൂമയെ കുറിച്ച് ഒരു അക്ഷരം പിന്നെ സുംബ നിന്റെ കാമുകിയല്ലേ പോയായിരുന്നു. പക്ഷെ നിനക്കെന്തത്? നാളെ ഇവന്റെ സൂംബ ക്ലാസ് കഴിഞ്ഞു ഞാൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? വേറെ എവിടെ വെച്ച്? ഇവിടെ വെച്ച്. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇമാതിരി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കറക്റ്റ് പള്ളിമണി. അതിന് ഞാൻ അവളെ കൊണ്ട് പള്ളിയിൽ പോകണം. ഇതേ നോക്കി 6 മാസം അവളുടെ പിന്നാലെ നടന്നിട്ടാ അവളൊന്ന് സമ്മതിച്ചത്. ഇതിനെങ്ങാണ് പാര വെക്കാൻ നോക്കിയുണ്ടല്ലോ. എടാ, നീ അവളുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾക്ക് വരട്ടച്ചൊറി ഉണ്ടോന്ന് എനിക്കൊരു സംശയം തന്നെ. ശരിക്കും വരട്ടച്ചൊറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സഹിച്ചു കേട്ടാ. അതിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വേണ്ട, നീ അവളൊരു സിസ്റ്ററായി കണ്ടോ. ഓടാ. നമ്മുടെ ഏത് കാര്യം മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ. ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുമ്പോ നമ്മൾ സന്തോഷിക്കില്ലടാ വേണ്ടത്. അവള് സമ്മതിച്ചിട്ടില്ലേ, പിന്നെന്താ? നിനക്ക് സമ്മതല്ലടാ പ്രിയ. പോടാ പട്ടി. നിനക്കറിയോ എനിക്ക് അവൾ എന്ത് ഇഷ്ടാണെന്ന്? അടുത്തത് അവളോട് ഇത് പറയാൻ പലവട്ടം ശ്രമിച്ചതാ. എന്നിട്ട് എന്ത്? നിന്റെ നാവ് പൊന്തിയില്ല? പൊന്താത്തോണ്ടല്ല, പിന്നെ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. എന്ത്? അല്ല, ഞങ്ങളുടെ ജാതിക്ക് പറയാണല്ലോ. ആണല്ലോ. അപ്പൊ നീ അത് പൊന്തിക്കാൻ നിക്കണ്ട. അത്ര. നിങ്ങൾക്ക് എന്താടാ കണ്ണില്ലേ? രണ്ടുപേരും ഓടി നടന്ന് ട്രയാങ്കിളോ ലവ് സ്റ്റോറി കളിക്കാൻ. ഇതിന് മാത്രം എന്താണ് അവൾക്കുള്ളത്? നിന്റെ കണ്ണല്ല എന്റെ കണ്ണ്. നിന്റെ കാമം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കരുത് ഡെന്നി, പ്ലീസ്. നാളെ നീ എന്റെ ഡിസക്ക് സ്പാനിഷിലെ കളിക്ക് കൊടുക്കാൻ പോകണല്ലേ? നാളെ അവൾക്ക് ഏതോ കൂതറ ആഡിന്റെ ഷൂട്ടുണ്ട്. അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. സോ മറ്റന്നാ. നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്നുള്ള എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാ പറയുന്നേ? എന്നോട് പറഞ്ഞാ പോരെ. സോ മറ്റന്നാൾ എല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന? നിനക്ക് ദൈവകോപം കിട്ടൂടാ. ഓടാവേ. ഈ ഒരു കാര്യത്തിൽ കർത്താവിനെ വരെ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ. എടാ, ഇതിന് ഞാൻ കൊല്ലട്ടെ. ഇനി ഇത് ആർക്കു വേണ്ടിയോ? സുനാമി അടിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ യേശു? പിന്നെ അതിലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത്. അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത്. തീരെ അടിച്ച പിന്നെ ഇവിടെ ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോകും. നീ എന്തിനാ പാതിരാത്രി ഇവിടെ ഫോൺ ചെയ്തേ? ആര് ഫോൺ ചെയ്തു? ഒരുമാതിരി ഉരുളല്ലേ? അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചു. പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചു പറയാൻ മാത്രം എന്ത് കാര്യമായിട്ട് ഇവിടെ ഉള്ളേ? എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. നീ ആവർത്തിക്കായിരുന്നു നിനക്കൊള്ളാം.
സീൻ കാണാനും സമ്മതിക്കില്ല, ഫോൺ ചെയ്യാനും സമ്മതിക്കില്ല. എന്താണത്? നീ പോയിക്കോ, ഇത് ഞാൻ ശരിയാക്കോളാം. എന്റെ ചാരിത്രം സാറിന്റെ കയ്യില, എന്നെ രക്ഷിക്കണം. നീ പോയിക്കോ. ഇവനിങ്ങനെ വിട്ടാ പറ്റില്ലടാ. അവനെ പിണക്കുന്ന അത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ കയ്യില. അവനൊരു പണി കൊടുത്താ പോരെ? എങ്ങനെ? വഴിയുണ്ട്. ഇതൊക്കെ കുറെ കണ്ടാണ് കാണാത്ത. അവന്റെ എല്ലാ സംശയവും ഇതോടെ തീരണം. വിളി. ഈ പെണ്ണുങ്ങൾക്ക് വീട് എവിടെ നിന്നാവും? അവിടെ പോയി ജോലിക്കുന്ന മതിയായിരുന്നു. സിം മാറ്റില്ല. വിളിക്ക്. ഹലോ. ഹലോ, ഇത് യേശുദാസ് ചെറിയാണോ? അതെല്ലോ, ആരായിട്ട് വരും? അവൻ്റെ അച്ഛനായിട്ട് വരും. ഞാൻ യേശുവേട്ടനൊരു ഫാനാണ്. എന്താ? സുഖാണോ യേശുവേട്ടാ? അങ്ങനെ വലിയ സൂക്കറൊന്നുമില്ല. എന്നെ എങ്ങനെ പരിചയം? ഞാൻ എല്ലാ ദിവസവും യേശുവേട്ടനെ കാണാറുണ്ടല്ലോ. ഷിബു മജീദിന്റെ സുംബ ക്ലാസ്സിൽ ഞാൻ ദിവസം വരാറുണ്ട്. സൂമ്പയോ? നിന്നോട് ആരാ ഈ സൂമ്പയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു? അല്ല, നാളെ തൂമ്പ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞതാ. ഓ ആയിക്കോട്ടെ. ഞാൻ താഴേക്ക്. ഇവനൊന്നും ഉറപ്പില്ലേ? കുട്ടി എന്നെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. എനിക്കിത് പുതിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ എന്തിനു വിളിച്ചു കളി? എനിക്ക് പേടി യേശുവേട്ടാ. ഷിബു സാർ അറിഞ്ഞ എന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലും. എന്തിന്? ഞാനിവിടുന്ന് മുള്ളാൻ പറഞ്ഞ മുള്ളും. അത്രയല്ലേ ഷിബു? പിന്നെ ബാക്കിയുള്ള 2 ശവങ്ങള് എന്റെ നിഴല് വെട്ടം കണ്ട അവിടെ തൂറും. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ പേര്? ഞാൻ എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയാം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഫസ്റ്റ് ലെറ്റർ ഏയോ. കൊള്ളാലോ. എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടേക്കണേ? അയ്യോ, ഡാഡി വന്ന് നോക്കിയിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം കണ്ണാ. ഞാൻ വെക്കിട്ട് കടത്ത മുത്തേ. വെച്ചിട്ട് പോയാ? എവിടെ? പിന്നെയും കണ്ടിയാണോ? ഇവനെ നേരെയാക്കിയിട്ട് ഇനി എന്റെ തൊണ്ട വിശ്രമിക്കൂ. കോട് അളിയാ കൈ. അളിയ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അതേന്ന് പറ. എടാ, ഫ്രണ്ട്ഷിപ്പിനെ കാണും വലുതാണ് എനിക്ക് വല്ലത്. നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലെറി. ഇവനാണ് എന്നാ നോ. പിന്നെ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പിടിക്കടാ അവനെ. എന്റെ പിണക്ക് ഇന്ന് തന്നെ കൊല്ലല്ലോ, കൊല്ലല്ലോ. ഹലോ. അയ്യോ, 17. ഹായ് അനുജ. പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇനി അത് പറ്റില്ലല്ലോ. എന്താ? ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും നോക്കണ്ട കുട്ടി. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നെഞ്ചിനകത്ത്. എന്റെ കൂടെ വരില്ലേ? എന്റെ ഭാര്യയായിട്ട്, എന്റെ കുട്ടികളുടെ അമ്മയായിട്ട്, അമ്മായിയമ്മയായിട്ട്, അമ്മൂമ്മയായിട്ട്. അല്ലെങ്കിൽ അവളുടെ പല്യത്തിൽ ഉന്തിയിട്ട. സ്മൈൽ പ്ലീസ്. ഡെന്നി അത്ര ചിരിക്കണ്ട. ഡെന്നി ഒരു കാര്യം ചെയ്യ്. ഇനി ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫോട്ടോ. അയ്യോ, ഞാൻ അതിലൊരു മിസ് മാച്ച് ആവാം. വേണ്ട. അതെ. എങ്ങനെ? അല്ല, എനിക്ക് നിങ്ങളുടെ അത്ര ഗ്ലാമർ Oh, so sweet. Come, let's take a selfie. Come. വേണ്ട. അപ്പൊ വേണ്ടേ? വേണം. ഗ്ലാമറിൽ അവൻ തന്നെ സംഭവിച്ചില്ല, പിന്നെ എന്തിനാ? നന്നായിട്ട് ചിരിക്കണേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അയ്യോ, ഞാൻ ചിരിച്ച അത്ര ശരിയായില്ല. അപ്പൊ let's take one. ഓക്കെ, ഞാനിങ്ങനെ കൈ ഇട്ടോട്ടെ. Okay. Nice. എന്താ അറിയില്ല, തോളിൽ കൈയിട്ടല്ല ശരിക്കും ചിരിക്കാൻ പറ്റും. Thanks, Mr. Priyalan. സന്തോഷമായി നിശക്കുട്ടി. അയ്യോ അമ്മേ, ടച്ചിങ്സ് മോനെ. അന്നും ഇന്നും പെണ്ണുങ്ങളുടെ അടുത്ത് വർക്കൗട്ട് ആവണ ഒറ്റ സാധനമുള്ളൂ.